ഇന്ന് രാവിലെ കൊച്ചി പാലാരിവട്ടത്ത് വെച്ച് ഇതര സംസ്ഥാനക്കാരനായ ഒരാളുടെ പരാക്രമമായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്ക് നമ്മൾ തിരികെ എത്തും. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കാണാം. കൊല്ലത്ത് തിരുവോണനാളിൽ ദളിത് കുടുംബത്തിന് നേരെ ലഹരി സംഘത്തിന്റെ അക്രമം. വീട് കയറിയുള്ള ആക്രമണത്തിൽ കുട്ടികളടക്കം 11 പേർക്ക് പരിക്കേറ്റു. ലഹരി സംഘത്തിന്റെ അസഭ്യവിളി ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ 18 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. വീടിന് മുന്നിലൂടെ ബൈക്കുകളിൽ പോയ ലഹരി സംഘം സ്ത്രീകളെ അസഭ്യം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം അഴിച്ചുവിട്ടത്. ജാതി പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. പെണ്ണുങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് പോയി. ആരാടാ അത് എന്നും പറഞ്ഞ് ചോദിച്ച് ആ ഒരു വാക്കേ ചോദിച്ചിട്ടുള്ളൂ. വീടിന്റെ ബാക്ക് വശത്തിലൊരു വീട്, പഴയ വീടുണ്ട്. ആ വീട്ടിൽ ആളതാമസം ഇല്ലാത്തതാണ്. ആണും പെണ്ണും എല്ലാ എണ്ണവും കയറിയിരുന്ന് അവിടെയാണ് വെള്ളം ഒടിക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയും പേര് ഓടിച്ചാടി വന്നൊന്നും എനിക്കറിയാൻ വയ്യ. കേൾക്കാൻ പറ്റാത്ത ചീത്ത വിളിക്കുവാണെങ്കിൽ ഒരാൾ ജാതിയെ പറ്റിയിട്ടാണ് ചീത്ത വിളിക്കുന്നത്. 6 വയസ്സുകാരി മുതൽ 35കാരൻ വരെ ലഹരി സംഘത്തിന്റെ മർദ്ദനത്തിനിരയായി. 25 സംഘമാണ് അക്രമം നടത്തിയത്. അയലത്തുകാരെല്ലാം ഞങ്ങളെന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഇതുള്ളതാ മോളെ. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒന്ന് ഇടപെടാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളുടെ അവരെ പേടിച്ചാണ് ബാക്കിയുള്ളവരോട് ജീവിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി അവർ ഞങ്ങളെ അടിക്കും. ഇവിടെ സ്ഥിരമായിട്ടുള്ളതാ മക്കളെ എന്നാണ് അവർ പറയുന്നത്. വിരുന്നിനെത്തിയവരും താമസക്കാരുമടക്കം 11 പേർക്കും പരിക്കേറ്റു. സംഭവത്തിൽ 8 പേരെ ചവറ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന്റെ ജലച്ചില്ലുകളടക്കം ലഹരി സംഘം അടിച്ചു തകർത്തിട്ടുണ്ട്. അതേസമയം പ്രധാന പ്രതികളെ പിടികൂടിയില്ലെന്നും കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.